പലതരം തിരുവേദം മാനസമോദവികാസം. റീബിൽഡ് യുവർ ചർച്ച് എന്ന ഈ ബൈബിൾ പഠന പരമ്പരയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. പരിശുദ്ധാത്മാഭിഷേകം എന്നത് ബൈബിളിലെ വളരെ വിവാദമായ ഒരു വിഷയമാണ്. പാരച്യൂട്ട് കമ്പനിയുടെ എണ്ണ തലയിലൊഴിച്ചപ്പോൾ എനിക്ക് അഭിഷേകം ലഭിച്ചു. ഞാൻ ആ സമയം മുതൽ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി എന്ന് കഴിഞ്ഞ ദിവസം ഒരു യുവ സഹോദരൻ വീഡിയോയിൽ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു. ക്രിസ്തീയ ലോകത്തെ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ഉപദേശ വിഷയമാണ് ഈ പരിശുദ്ധാത്മ അഭിഷേകം എന്ന് പറയുന്നത്. വളരെയധികം ആളുകളും ചിന്തിക്കുന്നത് അഭിഷേകം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള സംഭവമാണ് എന്നാണ്. പാരച്യൂട്ട് എണ്ണ തലയിൽ ഒഴിച്ചപ്പോൾ അഭിഷേകം കിട്ടിയെന്നും ഞാൻ അന്യഭാഷ പറഞ്ഞു തുടങ്ങിയെന്നുമൊക്കെയുള്ള ഒരു യുവാവിൻ്റെ അവകാശവാദം വെളിപ്പെടുത്തലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. സത്യത്തിൽ ഇത്തരം വീഡിയോകൾ കാണുമ്പോൾ ഒരേ സമയം വേദനയും ദുഃഖവും അതുപോലെ ലജ്ജയുമാണ് ഉണ്ടാകുന്നത്. ഇത്തരം പ്രവണതകൾ കൊണ്ട് ദൈവത്തിൻ്റെ നാമം ലോക മനുഷ്യൻ്റെ മധ്യത്തിൽ അവഹേളിക്കപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. ബൈബിളിൽ പറഞ്ഞിട്ടുള്ള അഭിഷേകവും പെന്തക്കോസ്ത് അഭിഷേകവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കാര്യമാണ്. അഭിഷേകം എന്ന് പറഞ്ഞാൽ അന്യഭാഷയാണെന്നാണ് അധികം പെന്തക്കോസ്ത് സഹോദരങ്ങളും വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് അഭിഷേകം ലഭിച്ചോ, നിങ്ങൾ അഭിഷേകം പ്രാപിച്ചോ എന്നൊക്കെ അവരെ നമ്മളോട് കൂടെ ചോദിക്കാറുണ്ട്. എന്നോടും ചോദിച്ച അനുഭവം എനിക്ക് ഓർമ്മയുണ്ട്. ആ ചോദ്യങ്ങളിലൂടെ അവർ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് അന്യഭാഷ എന്ന ധാരണയിൽ അവരുണ്ടാക്കുന്നത് പോലെയുള്ള ചില ശബ്ദങ്ങളും വാക്കുകളുമൊക്കെ നമ്മളും ആവർത്തിച്ച് പറയുന്നുണ്ടോ എന്ന് മാത്രമാണ്. ഇതിനോടകം ഒട്ടനവധി പാസ്റ്റർമാരോട് അന്യഭാഷയും അഭിഷേകവും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതിൽ ഒരാൾ പോലും ബൈബിൾ അടിസ്ഥാനത്തിൽ അന്യഭാഷയും അഭിഷേകവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് എന്നോട് ഇതുവരെയും വ്യക്തമായി പറഞ്ഞിട്ടില്ല. അഭിഷേകം എന്നാൽ അന്യഭാഷയാണ് എന്ന് അവരെ വിശ്വസിക്കാനുള്ള കാരണം അഭിഷേകത്തെക്കുറിച്ചുള്ള ഈ സഹോദരങ്ങളുടെ തെറ്റായ പഠിപ്പിക്കലാണ്. അഭിഷേകത്തെക്കുറിച്ച് ബൈബിൾ എന്തു പറയുന്നു എന്ന് ഇവർ നോക്കാറില്ല. വചനം എന്തു പറയുന്നു എന്നതല്ല അവർ പലപ്പോഴും ശ്രദ്ധിക്കുന്നത്. പാസ്റ്റർമാർ എന്തു പറയുന്നു അത് വള്ളി പുള്ളി വിടാതെ അവരെ അനുസരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കേൾക്കുന്ന ഈ അന്യഭാഷയാണോ അല്ലെങ്കിൽ അന്യഭാഷ പറയുന്നതാണോ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള അഭിഷേകം? അന്യഭാഷയും അതുപോലെ അഭിഷേകവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്ക് ദൈവവചനം ഒന്ന് പരിശോധിക്കാം. അഭിഷേകത്തെക്കുറിച്ചുള്ള പുതിയ നിയമ വാക്യങ്ങൾ എന്ന് പറയുന്നത് 7 വാക്യങ്ങളാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 4:18 വാക്യവും, പ്രവൃത്തിയുടെ പുസ്തകം 4:27, 10:38, എബ്രായർ 1:9 ഈ 4 വാക്യങ്ങൾ യേശുവിൻ്റെ അഭിഷേകത്തെക്കുറിച്ച് പറയുന്നതാണ്. യേശു ക്രിസ്തു അഭിഷക്തനാണ് എന്ന നിലയിൽ പറയുന്ന വാക്യങ്ങളാണ്. യേശുവിൻ്റെ അഭിഷേകം എന്തിനായിരുന്നു എന്നുള്ളത് ലൂക്കോസ് 4:18 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടിയിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ഈ വാക്യങ്ങൾ ഈ ലൂക്കോസ് 4:18-19 വാക്യങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ അഭിഷേകത്തെക്കുറിച്ച് പറഞ്ഞ വാക്യമാണ്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ എന്ന ആ പ്രസ്താവനയെന്നും ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഒരു നിയോഗം അല്ലെങ്കിൽ നിയമനമാണ് അഭിഷേകം എന്നുള്ളത് ഇവിടെ വ്യക്തമാകുകയാണ്. അഭിഷേകം അന്യഭാഷയാണെങ്കിൽ യേശുവിൻ്റെ അഭിഷേകത്തിലും അതുണ്ടാകേണ്ടേ? പഴയ നിയമത്തിലും അഭിഷേകമുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. രാജാവ്, പ്രവാചകൻ, അതുപോലെ പുരോഹിതൻ ഇവരെയൊക്കെ അഭിഷേകത്തിലൂടെ ആയിരുന്നല്ലോ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചത് അഥവാ നിയമിച്ചത്. ഇനി പുതിയ നിയമ വിശ്വാസികൾക്കും അഭിഷേകമുണ്ട്.
പുതിയ നിയമ വിശ്വാസികളുടെ അഭിഷേകത്തെക്കുറിച്ച് 3 വാക്യങ്ങളാണ് ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 2 കൊരിന്ത്യർ 1:21, 1 യോഹന്നാൻ 2:20-27 വാക്യങ്ങൾ. ഈ വാക്യങ്ങൾ വായിച്ചാൽ അഭിഷേകത്തിന് അന്യഭാഷയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഏതൊരു വായനക്കാരനും മനസ്സിലാകുന്നതാണ്. വിശ്വാസികളുടെ അഭിഷേകത്തെക്കുറിച്ച് പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ആ വാക്യം ഒന്ന് വായിക്കാം. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. 2 കൊരിന്ത്യർ 1:21 വാക്യമാണ്. നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ എന്ന് പറഞ്ഞതിൽ നിന്നും എല്ലാ വിശ്വാസികളെയും ദൈവം അഭിഷേകം ചെയ്തു എന്നല്ലേ അതിൻ്റെ അർത്ഥം. ചുരുക്കത്തിൽ എല്ലാ പുതിയ നിയമ വിശ്വാസികളും അഭിഷേകം പ്രാപിച്ചവരാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ദൈവവചനം വളരെ വ്യക്തമായി എല്ലാ വിശ്വാസികളും അഭിഷേകം പ്രാപിച്ചവരാണ് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടരെ പറയുകയാണ് എല്ലാവരും അഭിഷേകമുള്ളവരല്ല എന്ന്. വിശ്വാസികളിലെ അഭിഷേകമുള്ളവരും അഭിഷേകമില്ലാത്തവരും എന്ന് 2 കൂട്ടരുണ്ട് എന്ന് ഈ പ്രിയപ്പെട്ടവർ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? വചനാടിസ്ഥാനം എന്താണ്? പുതിയ നിയമ വിശ്വാസികളുടെ അഭിഷേകത്തെക്കുറിച്ചുള്ള മറ്റ് 2 വാക്യങ്ങൾ യോഹന്നാൻ്റെ ലേഖനത്തിൽ നിന്നാണ് നമ്മൾ കാണുന്നത്. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച സകലവും അറിയുന്നു എന്ന് വായിക്കുന്നു. നിങ്ങളോ എന്ന ആ പ്രയോഗത്തിൽ നിന്നും വായനക്കാർ എല്ലാവരും തന്നെ എല്ലാ വിശ്വാസികളും തന്നെ അഭിഷേകം പ്രാപിച്ചവരാണ് എന്നാണ് യോഹന്നാൻ വ്യക്തമാക്കുന്നത്. ഇനി അഭിഷേകത്തെക്കുറിച്ചുള്ള 3-ാമത്തെ വാക്യം 1 യോഹന്നാൻ 2:27 വാക്യമാണ്. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയാലും അത് ബോഷ്കല്ല സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ നടപ്പിൻ. 2 പ്രയോഗം ശ്രദ്ധിക്കുക. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. മറ്റൊന്ന്, അവൻ്റെ അഭിഷേകം നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയാലും. ഈ 2 പ്രയോഗങ്ങളിൽ നിന്നും എല്ലാ വിശ്വാസികളും അഭിഷേകമുള്ളവരാണ് എന്നത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവരിൽ അഭിഷേകം ഇല്ലാത്തവരായി ഒരൊറ്റ ആൾ പോലുമില്ല. ദൈവവചനം വളരെ വ്യക്തമായി ഈ സത്യം വെളിപ്പെടുത്തുമ്പോൾ ചില സഹോദരങ്ങൾ പറയുകയാണ് അഭിഷേകം എല്ലാവർക്കും ഇല്ല എന്ന്. ഈ അടുത്തതായിട്ട് തന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം ഈ അഭിഷേകം അന്യഭാഷയാണ് എന്നുള്ള ഇവരുടെ പഠിപ്പിക്കലാണ്. അഭിഷേകവും അന്യഭാഷയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ ബന്ധം എത്ര ആലോചിച്ചിട്ടും എനിക്ക് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. അഭിഷേകം കിട്ടിയോ, അഭിഷേകം പ്രാപിച്ചോ എന്നൊക്കെ നമ്മളോട് അവർ ചോദിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം അന്യഭാഷ കിട്ടിയോ, അന്യഭാഷ പറയാറുണ്ടോ, അന്യഭാഷ പറയുന്നുണ്ടോ എന്നൊക്കെയാണ് അവർ അർത്ഥമാകുക. തന്നെയും പിന്നെയും 1-2 വാക്കുകളെ അല്ലെങ്കിൽ ശബ്ദങ്ങളൊക്കെ ആവർത്തിക്കുന്നതാണ് ഇവിടെ അന്യഭാഷ എന്ന് പറയുന്നത്. അതാണ് ഇവർക്ക് ഈ അഭിഷേകം എന്ന് പറയുന്നത്. അഭിഷേകം എന്ന് പറഞ്ഞാൽ ഇവർക്ക് അന്യഭാഷയാണ്. അന്യഭാഷ എന്ന പേരിൽ എന്തെങ്കിലും 1-2 വാക്കുകൾ പറയുന്നോ, അത് പറയുന്നുണ്ടെങ്കിൽ അത് അഭിഷേകമാണ്, പറയുന്നില്ലേ അവർക്ക് അഭിഷേകമില്ല. ഇതെന്തൊരു ഉപദേശമാണ്! ഈ ഉപദേശം ഇവർക്ക് എവിടുന്നാണ് ലഭിച്ചത്? അന്യഭാഷയും അഭിഷേകം തമ്മിലുള്ള ബന്ധം പഠിക്കുവാൻ ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. ബൈബിൾ ഞാൻ പരിശോധിച്ചു. എൻ്റെ ഗ്രന്ഥശേഖരത്തിലെ പെന്തക്കോസ്ത് എഴുത്തുകാരുടെ എഴുത്തുകൾ അവരുടെ പുസ്തകങ്ങൾ ഞാൻ പരിശോധിച്ച് നോക്കി. എൻ്റെ സ്നേഹിതന്മാരായ പല പാസ്റ്റർമാരോട് ഞാൻ ഇത് സംബന്ധിച്ച് അവരോട് സംസാരിച്ചു. അവർക്കാർക്കും വ്യക്തമായ ഒരു ഉത്തരം നൽകുവാൻ കഴിഞ്ഞില്ല. ഒരാൾ പറഞ്ഞത് ഇതൊരു അനുഭവം ആണ് എന്ന് മാത്രമാണ്. ദൈവവചനപ്രകാരം ഒരു മറുപടിയും ഇതുവരെയും എനിക്ക് ലഭിച്ചിട്ടില്ല. അന്യഭാഷയും ആത്മാഭിഷേകവും ഒന്നല്ല എന്ന സത്യം എത്രയും ലളിതമായി വിശദീകരിച്ചിട്ടുള്ള വേദവാക്യം തിരുവെഴുത്തിൽ തന്നെയുണ്ട്. ഒന്നാമതായിട്ട് നമുക്ക് അഭിഷേകത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള അതുപോലെ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള ആ വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ അഭിഷേകത്തിന് അന്യഭാഷയുമായി സൂക്ഷ്മമായ ഒരു ബന്ധം പോലും ഇല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാകും. രണ്ടാമതായിട്ട് ഈ അന്യഭാഷയെ സംബന്ധിച്ച് പൗലോസ് പറയുന്നത്
അതിൻ്റെ വിതരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് 1 കൊരിന്ത്യർ 12:30 വാക്യമാണ്. എല്ലാവർക്കും അന്യഭാഷ നൽകിയിട്ടില്ല എന്ന് പൗലോസ് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. ആ വാക്യം ഇതാണ്: എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ? എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നു. 1 കൊരിന്ത്യർ 12:30 വാക്യം. എല്ലാ വിശ്വാസികൾക്കും അന്യഭാഷയില്ല എന്ന് കൊരിന്ത്യരോട് പറഞ്ഞ അതേ പൗലോസ് തന്നെ 2 കൊരിന്ത്യർ 1 വാക്യത്തിൽ പറയുന്നത് പെന്തക്കോസ്ത് സഹോദരങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണം. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ എന്നതിൽ നിന്നും പൗലോസിനെയും പൗലോസിൻ്റെ ലേഖനം വായിക്കുന്ന കൊരിന്ത് വിശ്വാസികളെയും ഇന്ന് ഈ ലേഖനം വായിക്കുന്ന വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടെയാണ് നമ്മെ അഭിഷേകം ചെയ്തു എന്ന് പൗലോസ് പറയുന്നത്. കൊരിന്ത് സഭയിലെ എല്ലാ വിശ്വാസികളും അഭിഷേകം ചെയ്യപ്പെട്ടവരായിരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. കൊരിന്ത് സഭയിൽ അഭിഷേകമില്ലാത്ത ഒരാൾ പോലും ഇല്ലായിരുന്നു. എന്നാൽ കൊരിന്ത് സഭയിലെ എല്ലാവർക്കും അന്യഭാഷയില്ലായിരുന്നു എന്ന് 1 കൊരിന്ത്യർ 12:30 പൗലോസ് പറഞ്ഞത് നമ്മൾ വായിക്കുകയുണ്ടായി. നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ? എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവോ? അപ്പോൾ എല്ലാ വിശ്വാസികൾക്കും അന്യഭാഷയില്ല. അതേ സമയം തന്നെ എല്ലാ വിശ്വാസികൾക്കും അഭിഷേകമുണ്ട്. ദൈവവചനം ഇങ്ങനെ വ്യക്തമായി പറയുമ്പോൾ അഭിഷേകം എന്നാൽ അന്യഭാഷയാണ് എന്ന് എങ്ങനെ ഇവർക്ക് പഠിപ്പിക്കുവാൻ കഴിയും? എല്ലാവർക്കും അഭിഷേകമുണ്ട് എന്ന് വചനം പറയുന്നു, അതേസമയം എല്ലാവർക്കും അന്യഭാഷയില്ല എന്ന് ദൈവവചനം പഠിപ്പിക്കുകയാണ്. പെന്തക്കോസ്തുകാർ പഠിപ്പിക്കും പോലെ അഭിഷേകം എന്നത് അന്യഭാഷയാണ് എങ്കിൽ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണ്ടേ? കാരണം എല്ലാ വിശ്വാസികളും അഭിഷേകമുള്ളവരാണല്ലോ. എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല എന്നുള്ള വചനം വ്യക്തമായി പറയുന്നുണ്ട്. കാരണം എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നില്ല. അതുകൊണ്ട് അന്യഭാഷ എന്ന് പറയുന്നതല്ല അഭിഷേകം. അന്യഭാഷയും അഭിഷേകവും തമ്മിൽ ഒന്നാണ് എന്ന് ഒരു കാരണവശാലും തെളിയിക്കുവാൻ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറ്റുകയില്ല. ആത്മാഭിഷേകം വേറെ, അന്യഭാഷ വേറെ. അഭിഷേകം എന്നത് പറയുന്ന വ്യക്തിക്കും കേൾക്കുന്ന വ്യക്തികൾക്കും മനസ്സിലാകാത്ത ഒരു പ്രയോജനമില്ലാത്ത എന്തെങ്കിലും 3-4 വാക്കുകളോ 2-3 ശബ്ദങ്ങളോ അല്ലെങ്കിൽ വാക്കുകളോ പറയുന്ന അന്യഭാഷയല്ല അഭിഷേകം എന്ന് പറയുന്നത്. അഭിഷേകം എന്തിനാണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുള്ള വേദവാക്യം നമുക്ക് നോക്കാം. 1 യോഹന്നാൻ 2-20 വാക്യം: നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച സകലവും അറിയുന്നു. സുറിയാനി ബൈബിളിൽ വളരെ വ്യക്തമാണ് ഈ കാര്യം. നിങ്ങൾക്കോ വിശുദ്ധനിൽ നിന്നുമുള്ള അഭിഷേകമുണ്ട്, നിങ്ങൾ എല്ലാവരെയും തിരിച്ചറിയുന്നു എന്നാണ് പശീത്തയിൽ നമ്മൾ വായിക്കുന്നത്. 1 യോഹന്നാൻ 2:18 വാക്യം നോക്കുക: കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു, എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കിയാൽ അന്ത്യനാഴികയാകുന്നു എന്ന് നമുക്ക് അറിയാം. യോഹന്നാൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന എതിർ ക്രിസ്തുക്കളുടെ ദുരുപദേശങ്ങളെ തൻ്റെ വായനക്കാർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. അതിന് കാരണം അവർക്ക് ലഭിച്ച അഭിഷേകമായിരുന്നു എന്നാണ് യോഹന്നാൻ ഈ വാക്യത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനി അതിൻ്റെ 27 വാക്യം വായിക്കുമ്പോൾ അത് കൂടുതൽ അവിടെ വ്യക്തമാക്കുകയാണ്. അവിടെ നമ്മൾ വായിക്കുന്നു: അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയാലും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ച് തരുന്നതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പിൻ. ഈ അഭിഷേകം പരിശുദ്ധാത്മാവ് തന്നെയാണ് എന്നും പരിശുദ്ധാത്മാവിൽ നമ്മിൽ വസിച്ച് നമുക്ക് സകലവും ഉപദേശിച്ച് തരുന്നു എന്നുമാണ് യോഹന്നാൻ ഇവിടെ പറയുന്നത്. ഇനിയും സകല വിശ്വാസികളിലും വസിക്കുന്ന പരിശുദ്ധാത്മാവ് തെറ്റിൽ നിന്ന് ശരിയായ കാര്യങ്ങളെ, അതായത് ശരിയായ ഉപദേശ സത്യങ്ങളെ തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കുന്നു. യേശു കർത്താവ് വിശേഷമാണ് പറഞ്ഞത് അത് തന്നെയാണ്. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ച് തരികയും ചെയ്യും. യോഹന്നാൻ സുവിശേഷം 16-13 വാക്യം. അഭിഷേകം ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള നിയോഗമാണ്. വിവിധ ശുശ്രൂഷയ്ക്കായിട്ടുള്ള ശക്തിയും കൃപയും ദൈവജനത്തിന് ലഭിക്കുന്നത് പരിശുദ്ധാത്മ അഭിഷേകത്താലാണ്. എന്തെങ്കിലും 2-3 വാക്കുകളെ ആവർത്തിച്ച് പറയുന്നതും വെളിച്ചെണ്ണ പ്രയോഗത്താലും ഒന്നും ലഭിക്കുന്നതല്ല. ഈ അഭിഷേകം എന്ന് പറയുന്നത്
രക്ഷിക്കപ്പെട്ട സകല വ്യക്തികൾക്കും സകല വിശ്വാസികൾക്കും പരിശുദ്ധാത്മാവ് ലഭിക്കുന്നു. പരിശുദ്ധാത്മ അഭിഷേകത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ അധിവാസത്താൽ നമുക്ക് ലഭിക്കുന്ന നന്മകളാണ് യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്. രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും അഭിഷേകമുണ്ട്. രക്ഷിക്കപ്പെട്ട എല്ലാവരിലും പരിശുദ്ധാത്മാവിൻ്റെ അധിവാസമുണ്ട്. രക്ഷിക്കപ്പെട്ട എല്ലാ വ്യക്തികളെയും സത്യം തിരിച്ചറിയുവാൻ വേണ്ടി തെറ്റ് ഏതാണ് ശരി ഏതാണ് എന്ന് തിരിച്ചറിയുവാനൊക്കെ സഹായകനായിട്ട് അവരിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഈ അഭിഷേകത്തിൻ്റെ ഈ സാധ്യതയാണ് നമ്മൾ തിരുവെഴുത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞത്. പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ അഭിഷേകത്തിന് അന്യഭാഷയുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് തിരുവെഴുത്ത് വ്യക്തമാക്കുന്ന ഒരു സത്യമാണ്. തിരുവെഴുത്തിലൂടെ നമുക്ക് മറ്റ് വേദഭാഗങ്ങൾ ഉപദേശ സത്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. റീബിൽഡ് യുവർ ചർച്ച് എന്ന ഈ പഠന പരമ്പര നിങ്ങൾക്ക് താല്പര്യമുള്ള പ്രിയപ്പെട്ടവർക്ക്, വചനം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പങ്കുവയ്ക്കുക. ഈ ശുശ്രൂഷയോർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളെ കമൻറ്റ് ബോക്സിൽ ഇടുക. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.